മിഥുൻ മടങ്ങി വരാം. എം.എസ്. വേണുഗോപാൽ നിരീക്ഷകൻ, അദ്ദേഹം കൂടി നമുക്കൊപ്പമുണ്ട്. ശ്രീ എം.എസ്. വേണുഗോപാൽ, ഔദ്യോഗികമായി ഇതൊരു തീവ്രവാദ അട്ടിമറി സാധ്യതകൾ തള്ളിക്കളയുകയാണ് ജമ്മു കാശ്മീർ പോലീസ് അടക്കം. പക്ഷേ അടുത്തിടെ ജമ്മു കാശ്മീർ താഴ്വര കേന്ദ്രീകരിച്ച് നടക്കുന്ന നീക്കങ്ങൾ നോക്കുക. പെഹൽഗാം സംഭവം അടക്കം പിന്നീട് ഇങ്ങോട്ട് നടന്ന നീക്കങ്ങളിലെല്ലാം അത്തരം ഒരു ചെയിൻ ഓഫ് അറ്റാക്ക് സാധ്യതകൾ ഉണ്ടായിട്ടുണ്ട്. ഒടുവിൽ ചെങ്കോട്ട സ്ഫോടനം നടക്കുന്നതിന് തൊട്ട് മുമ്പ് പോലും നടന്ന ഇടപെടലുകൾ, ഈ നൌഷാം സെക്ടറിൽ പോലീസ് സ്റ്റേഷന് സമീപം പതിച്ച ചില പോസ്റ്ററുകൾ പതിച്ച സംഭവങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പോലീസ് ഔദ്യോഗികമായി തള്ളിക്കളയുന്നുണ്ടെങ്കിലും കാശ്മീർ താഴ്വര കേന്ദ്രീകരിച്ച് തീവ്രവാദ സാധ്യതകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അങ്ങ് ശക്തിപ്പെടുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനകൾ ഈ സംഭവങ്ങൾ നൽകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത് തുടർച്ചയായ ആക്രമണം ലക്ഷ്യം വെച്ചുകൊണ്ട് നുഴഞ്ഞുകയറ്റക്കാർ ജമ്മു കാശ്മീരിൽ കടന്നിട്ടുണ്ട് എന്നുള്ളത് ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഇന്ത്യ തന്നെ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനുള്ള നടപടികൾ എടുത്തുകൊണ്ട് വരികയുമാണ്. പക്ഷെ അത് പ്രകടമായി നമ്മൾ പുറത്തറിയിക്കുന്നില്ല എന്നേ ഉള്ളൂ. കാരണം ഇതിന്റെ പ്രഭവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ളവ നമ്മൾ വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പല സീനിയർ ആയിട്ടുള്ള പല റിട്ടയർഡ് പോലീസ് ഓഫീസർ IPS അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ. അത് വ്യാപകമായി ഇന്ത്യയിൽ ഒരു ആക്രമണം അഴിച്ചുവിടുന്നതിന്റെ ഭാഗമായിട്ട് നടത്തി വന്നിരുന്ന പ്രവർത്തനങ്ങൾ പെട്ടെന്ന് തന്നെ ഇന്ത്യക്ക് അത് കൺട്രോൾ ചെയ്യാനും അതിന്റെ വേരുകൾ എവിടെയൊക്കെയാണെന്ന് കണ്ടെത്താനും അത്തരത്തിലുള്ളവരെ അറസ്റ്റ് ചെയ്യാനും ഡോക്ടർ ഉമറിന്റെ അടക്കമുള്ള വീട് തകർത്തതടക്കം കാര്യങ്ങൾ വന്നപ്പോൾ വളരെ പരിഭ്രാന്തിയിലായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ തന്നെ തങ്ങിയിരിക്കുന്ന പല തീവ്രവാദികളും. അവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും അതുപോലെ തന്നെ നാട്ടിലെ തന്നെ ചില ഷെൽട്ടറുകളിലേക്കും, അതായത് ഇവിടുത്തെ തന്നെ ചിലരുടെ പിന്തുണയോടുകൂടിയൊക്കെ നീങ്ങിയിട്ടുണ്ട് എന്നുള്ളതും പിന്നെ സെക്യൂരിറ്റി വിഭാഗത്തിന്റെ ഒരു നിഗമനത്തിലുള്ളതാണ്. അതനുസരിച്ച് അവർ വ്യാപകമായ തെരച്ചിലുകൾ കാശ്മീരിൽ മാത്രമല്ല ഡൽഹി, ഫരീദാബാദ്, UP ഈ പ്രദേശങ്ങളിൽ എല്ലാം തന്നെ, അതുപോലെ തന്നെ നമ്മുടെ 28 സ്റ്റേറ്റുകളെയും അലർട്ടിലാക്കി തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. അത് ഈവൻ കേരളം ഉൾപ്പെടെ, അത് നമ്മുടെ DGP പറയുകയുണ്ടായിരുന്നല്ലോ മുമ്പ്, നമ്മളും അലർട്ടിലാണ് നിൽക്കുന്നത്. അത് ഇത്തരത്തിലുള്ള സംഘങ്ങൾ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തുന്നതിന്റെ ഭാഗമായുള്ള നീക്കങ്ങളും കൂടെയാണ്. ഇത് നമ്മുടെ സുരക്ഷിതത്വത്തിനെ വളരെയധികം ബാധിക്കുന്ന കാര്യമാണ് എന്ന് നമ്മൾക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്ഫോടന പദ്ധതികൾ നടക്കുന്നതിനെയും മറ്റും അനുകൂലിച്ചുകൊണ്ട് വാട്സാപ്പിലൊക്കെ മെസ്സേജുകൾ അയക്കുന്നതിനെ പോലും നിരുത്സാഹപ്പെടുത്തുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. കാരണം ഇതിന്റെ ലിങ്കുകൾ എല്ലാ വിധത്തിലും പോലീസ് സെക്യൂരിറ്റി വിഭാഗം വളരെ വലിയ തോതിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വളരെ നിഷ്കളങ്കമെന്ന് തോന്നുന്ന ചില നിർദ്ദേശങ്ങളും പോലും വിട്ടുകളയാതെ നമ്മുടെ സെക്യൂരിറ്റി വിഭാഗം പിന്തുടരുകയാണ്. കാരണം വലിയൊരു പ്ലോട്ടാണ് തകർത്തത്. 32 ഇടങ്ങളിൽ, പ്രത്യേകിച്ച് ക്ഷേത്രങ്ങൾ, വാരണാസി, അയോധ്യ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾ വരെ ഉൾപ്പെടുന്ന, അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബ്, MP-മാരുടെ ക്ലബ്ബ് അടക്കം, അതായത് മുമ്പ് നടന്ന ഒറ്റയ്ക്കൊറ്റയ്ക്ക് നടന്ന, ഇപ്പൊ മുംബൈ ആക്രമണം മാത്രമാണ് ഒരിക്കൽ നടന്നതെങ്കിൽ, അല്ലെങ്കിൽ പാർലമെന്റ് ആക്രമണം മാത്രമാണ് ഒരിക്കൽ നടന്നതെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് ചില ആക്രമണങ്ങൾ നടന്നതെങ്കിൽ, ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് നടത്തുന്ന വിധത്തിലുള്ള ഒരു പാക്കേജ് തയ്യാറാക്കിയാണ് നീങ്ങിയിരുന്നത് എന്നുള്ളതാണ് ഇന്ത്യ ഗവൺമെന്റിന് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ. പല വിദേശ ഏജൻസികളടക്കം ഇതിൽ ഇൻവോൾവ് ആയി നമുക്ക് അനുകൂലമായിട്ട് നീങ്ങുന്നുണ്ട്. അവരുടെയും റിപ്പോർട്ടുകൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ പാകിസ്ഥാനിലും നമ്മുടെ ഏജൻസികൾ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. നമ്മൾ തകർത്ത മുരിഡ്ക അടക്കമുള്ള 9ഓളം താവളങ്ങളിൽ എന്താണ് നടക്കുന്നത് എന്ന് ഇന്ത്യ വളരെ ശക്തമായി വീക്ഷിക്കുകയും അവിടെ എന്തെങ്കിലും അനക്കമുണ്ടായാൽ അതിന് തിരിച്ചടിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നടത്താനുള്ള സംവിധാനങ്ങൾ വരെ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. വെറുതെ അല്ല നമ്മൾ തൃശൂർ അടക്കമുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയത് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് തന്നെ വ്യക്തമാകുന്നതാണ്. കാരണം നമ്മൾ വളരെയധികം ജാഗരൂകരായിരിക്കേണ്ട നിമിഷങ്ങൾ ഉണ്ട് എന്ന് ഇന്ത്യ ഗവൺമെന്റിനും നമ്മുടെ സെക്യൂരിറ്റി വിഭാഗത്തിനും മിലിറ്ററി ഇന്റലിജൻസിനും വിവരം കിട്ടിയതുകൊണ്ടാണ് നമ്മുടെ കാശ്മീർ മുതൽ ഗുജറാത്ത് വരെ വരുന്ന നമ്മുടെ
സർക്രീക്ക് അടക്കമുള്ള പ്രദേശങ്ങളുടെ ബോർഡറുകൾ വരെ വരുന്ന പ്രദേശങ്ങളിൽ തൃശൂലിന്റെ ഭാഗമായ ഒരു സൈനിക അഭ്യാസവും ഡ്രസ് റിഹേഴ്സലും ഒക്കെ നടത്തിയത്. ഈ റിഹേഴ്സലുകളൊന്നും വെറുതെ ആയിരുന്നില്ല. ഇതൊക്കെ യുദ്ധസമാനമായ ഒരു സജ്ജീകരണം തന്നെയായിരുന്നു എന്നുള്ളതാണ് ഇതൊക്കെ ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ശരി, വളരെ നന്ദി MS വേണുഗോപാൽ.